ഇന്റീരിയേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് ചെന്നൈ പെരിയമേട്. താഴെ നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ബോട്ടോ നമ്മൾ UPVC തന്നെയാണ് ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു ഫോൾഡിംഗ് ഡോർ ആണ് നമ്മളിവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അവർക്ക് ചെറിയ സ്പേസ് കൊടുത്തിട്ടുണ്ട്, അവർക്ക് ചെറിയ ചെറിയ പാത്രങ്ങളും മറ്റൊക്കെ വെക്കാനായിട്ട് ഗ്രാനൈറ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. സോ അതിന് നമ്മൾ 2 ഡോർ വെച്ചിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ UPVC-യിലാണ് ചെയ്തിട്ടുള്ളത്. ഫുള്ളായിട്ട് നമ്മൾ ലോഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഗ്രാനൈറ്റ് നമ്മൾ കവർ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. സൂക്ഷിക്കാൻ പറ്റിയ പോലെ ആ രീതിക്ക് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സെയിം തന്നെയാണ്, അതേ പാറ്റേണിൽ തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ട്. ലോക്കർ നമ്മൾ ആവശ്യപ്പെടുമ്പോൾ നമ്മൾ വെച്ച് കൊടുക്കുന്നതാണ് ലോക്ക്. ഇതുപോലെ വർക്കൊക്കെ ചെയ്യണമെങ്കിൽ മീൻസ് ഇന്റീരിയർ വർക്ക് UPVC, അലുമിനിയം, അങ്ങനെ ഒട്ടനവധി വർക്കുകൾ ചെയ്യണമെങ്കിൽ A1 ഇന്റീരിയേഴ്സിനെ ഫോളോ ചെയ്യുക. ഇന്റീരിയേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് ചെന്നൈ പെരിയമേട് എന്ന് പറയുന്നൊരു സൈറ്റാണ്. ഇവിടെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് UPVC-യിൽ ചെയ്ത വർക്ക്സാണ് ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത്. താഴെ നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ബോട്ടോ നമ്മൾ UPVC-യിൽ തന്നെയാണ് ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നോർമലി ഡോർസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടുത്തായിട്ട് തന്നെ നമ്മൾ 2 ട്രോളീസ് അവർക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു ഫോൾഡിംഗ് ഡോറാണ് നമ്മളിവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അവർക്ക്. കാരണം ഇത് കോർണർ സ്പേസ് ആയതുകൊണ്ട് അതങ്ങനെ ചെയ്തു കൊടുത്തു. അതുപോലെ തന്നെ ഇവിടെ 2 ഡ്രോസ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം സോഫ്റ്റ് ക്ലോസിങ്ങിലാണ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഭാഗത്തായിട്ട് നമ്മൾ വാൾ ബോക്സ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവർക്ക്. അതിന് താഴെ തന്നെ ഒരു ചെറിയ സ്പേസ് കൊടുത്തിട്ടുണ്ട്, അവർക്ക് ചെറിയ ചെറിയ പാത്രങ്ങളും മറ്റൊക്കെ വെക്കാനായിട്ട്. നേരെ മേലെ നോക്കിക്കഴിഞ്ഞാൽ ലോഫ്റ്റിലും അതുപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ടും ഫില്ല് ചെയ്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ലോഫ്റ്റിലും ഇതിൻ്റെ കളേഴ്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു വൈറ്റ് ആൻഡ് കളറാണ്. അതിൽ നമ്മൾ സിൽവറിൽ ഹാൻഡ്സ് പിടിപ്പിച്ചിട്ടുണ്ട്. സോ ലുക്ക് വൈസ് വളരെ ഭംഗിയായിട്ടുള്ള ഒരു കിച്ചണാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ നമ്മൾ 2 ഡോർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഓൾറെഡി അവരിവിടെ ഗ്രാനൈറ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. സോ അതിന് നമ്മൾ 2 ഡോർ വെച്ചിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതും താഴെയും അതേപോലെ തന്നെ 2 ഡോർ ഫിക്സ് ചെയ്തിട്ട് അവർക്ക് യൂസ് ചെയ്യാൻ പാകത്തിലാണ് നമ്മൾ അവിടെ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഈ കിച്ചൺ നോക്കണം, ഒരു മനോഹരമായിട്ടൊരു കിച്ചണാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ വരും നമുക്ക് അടുത്ത നെക്സ്റ്റ് റൂമിലേക്ക് പോകാം. കിച്ചൺ കണ്ടു, ഇനി നമ്മൾ കാണുന്നത് ഇത് റൂമാണ്. ഇവിടെയുള്ള ബെഡ്റൂമാണ്, ഫസ്റ്റ് ബെഡ്റൂമാണ്. സോ ഇത് കംപ്ലീറ്റ് ആയിട്ടും ഇവിടെ നമ്മൾ UPVC-യിലാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ കാണുകയാണെങ്കിൽ അറിയാം, കംപ്ലീറ്റ് മേലെ ഫുള്ളായിട്ട് നമ്മൾ ലോഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന് തൊട്ട് താഴെയായിട്ട് ഒരു ബോക്സ് നമ്മൾ അവർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബുക്കും മറ്റും എല്ലാം അങ്ങനെ വെക്കാം. ഒരു ബുക്ക് ഷെൽഫ് എന്ന രീതിയിൽ നമ്മളത് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് തൊട്ട് താഴെ നോക്കി കഴിഞ്ഞാൽ ഒരു വാർഡ്രോബ് കാണാം. സെയിം കളേഴ്സ് തന്നെയാണ് അവർ ചൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ ഹാൻഡിൽസും സെയിം കളേഴ്സ് തന്നെയാണ് അവർ ചൂസ് ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് മിററൊക്കെ വെച്ചിട്ട് ഉള്ളിൽ 3 സ്പേസ് നമുക്ക് കൊടുക്കുന്നുണ്ട്. അവർ ഓൾറെഡി അവിടെ ഗ്രാനൈറ്റ് ആണ് അവർ ഇട്ടിട്ടുള്ളത്, നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. ഗ്രാനൈറ്റ് നമ്മൾ കവർ ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ഒരു വാർഡ്രോബ് സെറ്റപ്പിൽ. ഇത് നമ്മൾ തുറന്നു കഴിഞ്ഞാൽ ഉള്ളിൽ നമുക്കൊരു ലോക്കർ സിസ്റ്റം, ഒരു ഹിഡൻ ലോക്കർ സിസ്റ്റം നമ്മൾ അവിടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവർക്ക് 3 സ്പേസ് ഉണ്ട് ഉള്ളിൽ. സോ നമുക്ക് എല്ലാം സൂക്ഷിക്കാൻ പറ്റിയ പോലെ ആ രീതിക്ക് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ റൂമിലുള്ളത് ഇതുപോലെ ലോഫ്റ്റ്, ഒരു ചെറിയ ബോക്സ്, മീൻസ് ഒരു ബുക്ക് ഷെൽഫൊക്കെ വെക്കാൻ പറ്റിയ പോലെ. അതിന് തൊട്ട് താഴെയായിട്ട് നമ്മൾ ഒരു വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത റൂമിലേക്ക് പോകും. അവിടുത്തെ 2ാമത്തെ ബെഡ്റൂം സെയിം തന്നെയാണ്, അതേ പാറ്റേണിൽ തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അവിടെ ഒരു ചെറിയ ബോക്സ് കൊടുത്തിരുന്നു, അതിവിടെ ഇല്ല, അത്രമാത്രമേ വ്യത്യാസമുള്ളൂ. ബട്ട് അതേ സെയിം മെഷർമെൻറ്റിലും അതേ സെയിം കളേഴ്സും അതേ സെയിം ഹാൻഡിൽസും അതേ ഒരു മിറർ സെറ്റപ്പും എല്ലാം നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ കണ്ടതുപോലെ തന്നെ ഇവിടെയും നമ്മൾ അവർക്കൊരു ലോക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. സോ ലോക്കർ നമ്മൾ ആവശ്യപ്പെടുമ്പോൾ നമ്മൾ വെച്ച് കൊടുക്കുന്നതാണ് ലോക്കർ. ഇതിന് മേലെ നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ടും ലോഫ്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ എല്ലാം ഒരേ കളേഴ്സാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഒരു വൈറ്റ് ആൻഡ് ടച്ചിൽ വരുന്ന കളറാണ്. വൈറ്റിൽ ഒരു സിൽവർ ഹാൻഡിലൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്കും ഇതുപോലെ വർക്കൊക്കെ ചെയ്യണമെങ്കിൽ മീൻസ് ഇന്റീരിയർ വർക്ക് UPVC, അലുമിനിയം, അങ്ങനെ ഒട്ടനവധി വർക്കുകൾ ചെയ്യണമെങ്കിൽ A1 ഇന്റീരിയേഴ്സിനെ ഫോളോ ചെയ്യുക. താഴെ ഞങ്ങൾ നമ്പർ കൊടുക്കുന്നുണ്ടാവും. ആ നമ്പറെ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഞങ്ങളുടെ മാനേജേഴ്സ് നിങ്ങളെ തേടി വരുന്നതായിരിക്കും.